മാങ്ങയുടെ കാലം കഴിഞ്ഞു പോയാലും മാങ്ങ കഴിക്കാൻ തോന്നിയാൽ എന്താ ചെയ്യുക? എന്നാലേ ഇതുപോലെ തയ്യാറാക്കി വെച്ചോളൂ. എനിക്ക് മാങ്ങ ജ്യൂസ് 6 മാസം വരെ ഇതുപോലെ സൂക്ഷിച്ചാൽ കുടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രൂട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പച്ച മാങ്ങ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ച മാങ്ങ 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം വലുത് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടിച്ചെടുത്ത പൾപ്പിനെ നല്ല കട്ടിയുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. അതല്ലെങ്കിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കത് അരിച്ചെടുക്കണം. നല്ല ചെറിയ അരിപ്പയിൽ തന്നെ അരിച്ചെടുക്കാം. നമ്മൾ വാങ്ങി കുടിക്കുന്ന ഫ്രൂട്ടിക്ക് ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ മാങ്ങയുടെ പുളിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എനിക്ക് ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരു 6 മാസം വരെ വെക്കാം കേട്ടോ. ഇത് നമ്മൾ ഒരിക്കലും ഇത്രയും കട്ടിയിൽ കുടിക്കില്ലല്ലോ. അപ്പം എങ്ങനെയാണ് ജ്യൂസ് ആക്കി എടുക്കുന്നത് നോക്കാം. 1 കപ്പ് പൾപ്പ് എടുക്കാം. അതിലേക്ക് 3 കപ്പ് ഐസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് അങ്ങ് കുടിച്ച് നോക്കൂ. നല്ല അടിപൊളി ഫ്രൂട്ടി വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.